ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മളിന്ന് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു നെക്ക് ഡിസൈനാണ് മേക്ക് ചെയ്തെടുക്കുന്നത്. ഇതൊരു ചുരിദാർ ഡിസൈനായിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ മേക്ക് ചെയ്തെടുക്കുന്നത്. ഇത് നമുക്ക് സാരി ബ്ലൗസിൻ്റെയൊക്കെ ബാക്ക് പോർഷനിലും ചെയ്തെടുക്കാവുന്നതാണ്. അത് നമ്മൾ അതിനായിട്ട് ആ രീതിയിൽ അളവുകൾ മാറ്റിയെടുത്താൽ മാത്രം മതി. അപ്പം നമ്മൾ ആദ്യമേ നമ്മളുടെ ചുരിദാർ ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ എടുക്കുക. അവിടെ നമ്മൾ ഇൻ്റർഫേസിങ് ഫാബ്രിക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് കട്ടി കിട്ടാൻ വേണ്ടി കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു നിർബന്ധവുമില്ല നമുക്ക് ഈ വക്രം വെച്ച് കൊടുക്കണമെന്നേ. നമ്മളിവിടെ 15 ഇഞ്ച് ലെങ്തും ഒരു 13 ഇഞ്ച് വിഡ്ത്തിലുമാണ് ഈ വക്രം ഇതിവിടെ നമ്മൾ ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. അത് അയൺ ചെയ്താണ് നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത്. അതിനെ കറക്റ്റ് രണ്ടായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇങ്ങനെ നമ്മൾ എടുത്തതിന് ശേഷം നമ്മളൊരു 3 ഇഞ്ച് വിഡ്ത്താണ് നെക്കിന് കൊടുക്കുന്നത്. ക്ലോസ് ആയ സൈഡിൽ നിന്ന് നമ്മളിങ്ങനെ കൊടുക്കുന്നു. ലെങ്ത് ഇങ്ങനെ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിവിടെ ഒരു 12 ഇഞ്ച് ലെങ്താണ് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊരു ഇങ്ങനെ നമ്മൾ വരച്ച് ഒരു ബോക്സ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇങ്ങനെ ഇതിനെ ഇതുപോലെ തന്നെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ്. ഏത് ഷേപ്പിലാണോ നമ്മൾ വരച്ച് കൊടുത്തത് അതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നു. അതിനുശേഷം നമുക്കൊരു റെക്റ്റാങ്കിൾ പോലെയാണ് ഇപ്പം കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ ഒരു പീസ് വെച്ച് കൊടുത്ത് അതിൻ്റെ നല്ല വശം വെച്ചതിന് ശേഷം നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ കോർണറൊക്കെ നമ്മളൊന്ന് സൂചി കുത്തി ഇതുപോലെ ഇങ്ങനെ നമ്മൾ കറക്റ്റ് ആ കോർണർ വരുമ്പോൾ സൂചി കുത്തുക, എന്നിട്ട് തിരിക്കുക. അപ്പം നല്ല ഷേപ്പിൽ നമുക്ക് ആ കോർണറുകൾ കിട്ടുവേ. നമ്മളൊരു ചതുരം സ്റ്റിച്ച് എപ്പം ചെയ്താലും അങ്ങനെ ചെയ്യാവുള്ള. കറക്റ്റ് ആ മൂല വരുമ്പം നമ്മളൊന്ന് സൂചി കുത്തുക, എന്നിട്ട് തിരിക്കുക. അപ്പം നല്ല നീറ്റായിട്ട് നമുക്ക് ലഭിക്കുക. ഇങ്ങനെ നമ്മളിപ്പോൾ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഭാഗം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നു. എന്നിട്ട് ഈ കോർണർ ഇതുപോലെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എങ്കിൽ മാത്രമേ തിരിച്ചിടുമ്പോൾ നമുക്ക് ആ കറക്റ്റായിട്ട് ലഭിക്കുകയുള്ളൂ. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇപ്പം നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്ന പീസില്ലേ അതിൻ്റെ സൈഡ് നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. ഇങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതിയേ. നമ്മളുടെ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. സപ്പോർട്ട് തരണേ. നമുക്കൊരു ഇൻസ്റ്റയും ഫേസ്ബുക്കും ഉണ്ട്. ത്രെഡ് ആൻഡ് ടച്ച് എന്ന് തന്നെയാണ്. അതുകൂടെ ഒന്ന് ഫോളോ ചെയ്യണേ. ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ പുറത്തുകൂടെ നമ്മളൊന്ന് പ്രസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ കോർണറൊക്കെ വരുമ്പോൾ നമ്മൾ ഇതുപോലെ സൂചി നമ്മളവിടെ ഒന്ന് കുത്തിയതിന് ശേഷം ഈ ഭാഗം ഇങ്ങനെ ടേൺ ചെയ്ത് നമ്മൾ കറക്റ്റായിട്ട് എങ്ങനെയാണോ നമുക്ക് ആ കോർണർ ഇരിക്കുന്ന അതേ ഷേപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. എങ്കിൽ മാത്രമേ ഇങ്ങനെ നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ നീറ്റായിട്ട് ലഭിക്കുകയുള്ളൂ. അതിനുശേഷം അതിനെ തിരിച്ചതിന് ശേഷം ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ കോർണറൊക്കെ നല്ല നീറ്റായിട്ട് നമ്മൾ കൈകൊണ്ട് പിടിച്ചു കൊടുക്കണേ. ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവരൊന്ന് നന്നായിട്ട് ഈ ഭാഗങ്ങൾ അയൺ ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി. അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ കൈകൊണ്ട് താഴ്ഭാഗം നന്നായിട്ട് നീറ്റ് ചെയ്ത് കൊടുത്ത് ആ കോർണറൊക്കെ നല്ല ഷാർപ്പാക്കി എടുത്ത് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ആദ്യമായിട്ട് ചെയ്യുന്നവരൊന്ന് അയൺ ചെയ്തിട്ട് ചെയ്താൽ മതി. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കവിടെ ലഭിക്കുവേ. നമുക്കിപ്പോൾ ഇവിടെ നല്ല നീറ്റായിട്ട് ഈ ഭാഗങ്ങളെല്ലാം ഇങ്ങനെ ലഭിച്ചിട്ടുണ്ട്. കണ്ടോ, നല്ല ഷാർപ്പായിട്ട് ഈ ഭാഗങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മളിങ്ങനെ പീസസ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 7 ഇഞ്ച് ലെങ്തും 5 ഇഞ്ച് വിഡ്ത്തും ഉള്ള കുറേ പീസസ് നമ്മൾ എടുക്കുകയാണ്. നമുക്ക് ഒരു 10 പീസോളമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം അതിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ഒരു പേപ്പറിലേക്ക് ഇതുപോലെ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വെച്ച് കൊടുക്കുന്നു. അതിനുശേഷം ഇത് നല്ല നീറ്റായിട്ട് ഇതുപോലെ കറക്റ്റ് വരണം. അതിനുശേഷം ഇങ്ങനെ ഈ സൈഡിൽ നിന്ന് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ്. ഇങ്ങനെ കൈകൊണ്ട് പിടിച്ചതിന് ശേഷം ഇവിടെ വരുന്നു. അതിനുശേഷം ഈ ഷേപ്പിലേക്ക് ഇങ്ങനെ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അടുത്ത പീസസും ഇതുപോലെ നമ്മൾ ക്ലിയർ ചെയ്ത് കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ സൈഡ് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ സൈഡ് വഴിയാണ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. ഇങ്ങനെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. അതിനുശേഷം അടുത്ത പീസസും ഇതുപോലെ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്ത്
ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അടുത്ത പീസസ് ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ മതിയേ. നമ്മളുടെ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമ്മളിപ്പം അടുത്ത പീസസും ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. കറക്റ്റായിട്ട് ഈ വെക്കുന്ന മെത്തേഡ് കണ്ടോ, കറക്റ്റായിട്ട് ഈ ഭാഗങ്ങൾ നമ്മൾ വെച്ച് കൊടുക്കുന്ന ഭാഗങ്ങൾ ഒരുപോലെ വരുന്ന രീതിയിലാണ് ഇങ്ങനെ നമുക്ക് നല്ല നീറ്റായിട്ടാണ് നമ്മൾ ഈ ഭാഗങ്ങളെല്ലാം ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം നമ്മളുടെ നെക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നിടത്ത് അടിയിലേക്ക് നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുന്നു. എന്നിട്ട് ഇതുപോലെ പിൻ കുത്തി കൊടുക്കുകയാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. പിൻ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് അവിടെ ഇരുന്നോളൂ. എന്നിട്ട് അതിൻ്റെ പുറത്തുകൂടെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതിയേ. നല്ല നീറ്റായിട്ട് നമുക്ക് ഈ ഭാഗങ്ങളെല്ലാം സ്റ്റിച്ച് ചെയ്തെടുക്കാം. കോർണറൊക്കെ വരുമ്പോൾ ക്ലിയർ ചെയ്ത് നല്ല കറക്റ്റായിട്ട് ചെയ്ത് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ലഭിക്കും. റെഡിമെയ്ഡിനൊക്കെ ഇതുപോലത്തെ നെക്കുകൾ ധാരാളമായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ അത് മേക്ക് ചെയ്തെടുക്കാം. നമ്മളൊന്ന് കുറച്ച് സമയം ഒന്ന് ഇതിനായിട്ട് സ്പെൻഡ് ചെയ്താൽ മാത്രം മതി. തയ്ക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വളരെ സിമ്പിളായിട്ട്, വളരെ കുറച്ച് സമയം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഇത് കണ്ടോ, ഈ ഭാഗങ്ങളെല്ലാം ഓപ്പൺ ആയിട്ട് ഇങ്ങനെയാണ്. അതിനായിട്ട് നമുക്കൊരു മാർഗ്ഗമുണ്ട്. നമ്മളിതിൻ്റെ കറക്റ്റ് സെൻറ്ററുകളിൽ ബീഡ്സ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ. ഒട്ടിച്ച് കൊടുത്താൽ പോരാ, ഇതുപോലെ നമ്മൾ ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് വെക്കുക. അപ്പം അവിടെ നന്നായിട്ട് ക്ലോസ് ആയി കിട്ടിക്കോളും. അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മളുടെ ഫേസ്ബുക്കും ഉണ്ട്, ഇൻസ്റ്റയും ഉണ്ട്. ത്രെഡ് ആൻഡ് ടച്ച് തന്നെയാണ്. അതുകൂടെ ഒന്ന് ഫോളോ ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.